ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കുടംപുളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയാണ് തയ്യാറാക്കുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നല്ല ടേസ്റ്റി ചെമ്മീൻ കറിയാണ്. ചെമ്മീൻ കറി ഉണ്ടാക്കാനായി 1/2 കിലോ ചെമ്മീൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് തിരുമ്മി വെച്ചിട്ടുണ്ട്. കുടംപുളി ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തത്, 20 ചുവന്നുള്ളി നീളത്തിൽ അരിഞ്ഞത്, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 പിഞ്ച് ഉലുവാപ്പൊടി, 8 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 4 പച്ചമുളക് കീറിയത്, 1/4 ടീസ്പൂൺ ഉലുവ, കടുക് വറുക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത്, ആവശ്യത്തിനുള്ള ഓയിലും ഉപ്പും വേണം. ചട്ടിയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ചട്ടിയിൽ തയ്യാറാക്കുമ്പോഴാണ് അതിൻ്റെ ശരിയായ ടേസ്റ്റ് ലഭിക്കുക. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് വാടിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചെറിയ ചൂടുവെള്ളത്തിൽ നമുക്കൊന്ന് കലക്കി എടുക്കണം. ഇനി കലക്കിയെടുത്ത പൊടികൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിൻ്റെ പച്ചമണം മാറി കിട്ടുന്നത് വരെ ഇളക്കി കൊടുക്കാം. നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരണം. ഇതിപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. 1.5 കപ്പ് ചൂടുവെള്ളമാണ് ചേർക്കേണ്ടത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന പുളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു 5 മിനിറ്റ് തിളപ്പിക്കാം. ഇതിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കൊഞ്ച് ചേർത്ത് കൊടുക്കാം. കൊഞ്ച് ചേർത്ത് കൊടുത്ത് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിക്കണം. ഒരുപാട് സമയം വേവിക്കരുത്. ഒരുപാട് സമയം കൊഞ്ച് വേവിച്ചാൽ കട്ടിയായി പോകും. മാക്സിമം 20 മിനിറ്റ് വേവിച്ചാൽ മതി. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാം.
തീരെ ലോ ഫ്ലെയിമിൽ ഇട്ടിരുന്നാൽ മതി. ഏകദേശമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടി, ഒരു പിഞ്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെമ്മീൻ കറി തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് അറിയിക്കാം. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.